ഷിയാക്കൾ എന്ത് ചെയ്തു എന്നറിയോ? 5 മൗലൂദ് ഉണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ പേരിൽ, മഹദി ഫാത്തിമ ബീവിന്റെ പേരിൽ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവരുടെ പേരിലൊക്കെ മൗലൂദ് ഉണ്ടാക്കി. അങ്ങനെ പതുക്കെ തുടങ്ങി. പിന്നെ മലിക്കുൽ മുദഫർ തുടങ്ങി. അങ്ങനെ കയറി വന്നു. ആ ഷിയാക്കൾ ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മഹദി ആയിഷ റളിയല്ലാഹു അൻഹാ വ്യഭിചാരിണിയാണെന്ന് പ്രഖ്യാപിച്ചവരാണ് ഷിയകൾ. നഊദു ബില്ലാഹ്. ആദ്യത്തെ 3 ഖലീഫമാർ അബൂബക്കറും ഉമറും ഉസ്മാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവർ ആരാണെന്നറിയുമോ? ഇവർ ആരാണെന്ന് ചോദിച്ചാൽ ഇവർ നരകത്തിലെ വിറകുകളാണ്. നഊദു ബില്ലാഹ്. ഷിയാക്കൾ പറഞ്ഞു. ആ ഷിയാക്കളുടെ വാദം എങ്ങനെയാണ് മുസ്ലിമെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നത്? ഹജറുൽ അസ്വദിന്റെ പോലീസ് മനസ്സിലാക്കി ഹജറുൽ അസ്വദ് വരെ എടുത്തുകൊണ്ട് മോഷ്ടിച്ചു പോയ സംഘമാണ്. പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിൽ രക്തച്ചൊരിച്ചിലുണ്ടാക്കിയ ഷിയാക്കൾ. അവരുടെ ഉദ്ദേശം വേറെയാണ്. ഇത് തിരിച്ചറിയാതെ പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചര്യക്ക് ചില കേടുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നബി സ്നേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതിരുകവിച്ചിലാണ്. അതിരുവിട്ട പ്രയോഗങ്ങൾ, അതിരുവിട്ട പ്രവർത്തനങ്ങൾ, അത് മൗലിദിലാവട്ടെ മറ്റു പലതിലുമായാലും പ്രവാചകനെ കുറിച്ച് പ്രശംസിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന കാര്യങ്ങളൊന്ന് വായിച്ചു നോക്ക്. ക്രിസ്ത്യാനികളെ ഈസാ നബിനെ പ്രശംസിച്ച് അതിരുവിട്ട പോലെ നിങ്ങൾ എന്നെ കുറിച്ച് അമിതമായ പ്രശംസകൾ ഉണ്ടാക്കരുത്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇയ്യാകും വൽ ഗുലുവ ഫിദ്ദീൻ, മതത്തിൽ ഒരിക്കലും നിങ്ങൾ അതിര് കടക്കുന്നത് ചെയ്യരുത്, സൂക്ഷിക്കണം കേട്ടോ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, അതിരുവിട്ടു പോകരുത്. ഇത് സ്നേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതിരുവിട്ട് നബിനെ മദ്ഹ് പറയുകയാണെന്ന പേര് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത മൗലിദുകൾ നിങ്ങൾ വായിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. നമ്മുടെ നാട്ടിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഷറഫുൽ അനാം, മങ്കൂസ്, ബുർദ, ബർസഞ്ചി, ഏത് മൗലിദ് നിങ്ങൾ എടുത്തു വായിച്ചോ 5 ഇസ്ലാമിനൊന്നും ഇരക്കാത്ത വികലമായ വിശ്വാസങ്ങൾ അതിലുണ്ട്. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത വാക്കുകൾ ആ ഗ്രന്ഥത്തിലുണ്ട്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിക്കുക എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഏത് മൗലിദ് എടുത്തു? 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പുറത്തിറങ്ങി. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശഫാഅത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അറബിയിലായതുകൊണ്ട് നമുക്കത് മനസ്സിലായിട്ടില്ല. 5, പ്രവാചകന്റെ പേരിൽ കള്ളക്കഥകൾ മൗലിദിന്റെ ഉള്ളിൽ കുത്തി നിറച്ചിട്ടുണ്ട്. ഞാൻ ഇത്ര ധൈര്യസമേതത് എങ്ങനെ പറയുന്നത്? വായിച്ചതുകൊണ്ട്. തുറന്നു വെച്ച് വായിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു നബിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് എഴുതി വെച്ചു. നിങ്ങൾ വായിച്ചു നോക്കാം. മങ്കൂസ് മൗലിദിൽ കൊടുത്തിരിക്കുകയാണ്, യാ സയ്യിദ സാദാതി ജൈതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖൈബ് മഖ്സദി. നേതാക്കളിൽ നേതാവായ നബിയെ, എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിൽ നിങ്ങൾ തടസ്സമാകരുത്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കി തരണം നബിയെ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുക, അല്ലാഹുവേ എൻ്റെ മുറാദ് ഹാസിലാക്കി തരണേ എന്നാണ്. ഇത് നേരെ തിരിച്ചടിച്ചു. പ്രശംസിക്കുകയാണെന്ന പേരിൽ ശറഫുൽ അനാം മൗലിദിൽ കൊടുത്ത വരി വായിച്ചോ, അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീർ. നബിയേ, അങ്ങയുടെ സാധുവായ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു. അങ്ങന്റെ ഔദാര്യം കൊണ്ട് ഗഫീറായ പാപം പൊറുക്കുന്നവരായ നബിയേ, അങ്ങയുടെ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു. അടിമയാണ് ഞാൻ. ആരുടെ അടിമ? താങ്കളുടെ അടിമയാണ് ഞാൻ. ഓരോന്നും വായിച്ചൊക്കെ ബുർദ ചൊല്ലിക്കൊണ്ടിരിക്കുക, നല്ല സൗണ്ട് സിസ്റ്റത്തിൽ ഇങ്ങനെ നല്ല ഹോളിവുഡ് സെറ്റപ്പോട് കൂടെ ബുർദ ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കുമ്പോൾ ആ കേൾക്കുന്ന അറബി എന്താണ് മനസ്സിലായോ? യാ അക്റമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹലൂലിൽ ഹാദിസിൽ അമീമി. അല്ലയോ സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെട്ട നബിയേ, എനിക്ക് എന്തെങ്കിലും വിപത്തുക്കളും പ്രയാസങ്ങളും വരുമ്പോ സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമി, നിങ്ങളല്ലാതെ എന്നെ രക്ഷിക്കാൻ വേറെ ഒരാളില്ല. ഇതാണ് മൗലിദ്. ഇത് ചൊല്ലാൻ പൈസ കൊടുത്തു, ഇതിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, ഇത് ചൊല്ലാൻ വേണ്ടി കുപ്പായിട്ട് നടക്കുന്ന മനുഷ്യർ എന്തു വലിയ ദ്രോഹമാണ് ചെയ്യുന്നത്. ഒരിക്കൽ നിങ്ങൾ എവിടെയെങ്കിലും ഇതിന്റെ അർത്ഥം വെച്ച് പഠിപ്പിക്കുന്ന ഒരു സദസ്സുണ്ട്, ഒരൊറ്റ സദസ്സ് അർത്ഥം പഠിപ്പിക്കില്ല. പഠിച്ചാൽ ആളുകൾ വന്നിരിക്കില്ല. മങ്കൂസ് മൗലിദിൽ കാണാം, അൻത മുൻജീന മിനൽ ഹിറഖി മിൻ ലഹീബിൻ നാരി വൽ ലജിജി
നബിയേ, നാളെ പരലോകത്ത് കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് നിങ്ങളാണ് ഞങ്ങളെ രക്ഷിക്കുന്നത് നബിയേ. ഫാത്തിമ ബീവിനോട് നബി പറയാണ്, ഫാത്തിമ, ആളിക്കത്തുന്ന നരകം മുമ്പിൽ വന്നാൽ ഞാൻ ബാപ്പയാണെന്നൊന്നും നീ തോന്നിപ്പോകരുത്. മോളെ, നീ നിന്റെ നരകത്തെ തൊട്ടി രക്ഷപ്പെടുത്താൻ നീ തന്നെ പണിയെടുക്കണം. ഞാനിത് ആദ്യം പറഞ്ഞത്, ഇത് ഉണ്ടാക്കിയത് മുസ്ലിമീങ്ങളുടെ ഇസ്സത്തിന് യോജിക്കാത്ത പലതുമുണ്ട്.